കേരളത്തിനെന്നല്ല രാജ്യത്തിന് തന്നെ അഭിമാനമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ സമർപ്പണ ചടങ്ങിന് കേരളത്തിന്റെ വികസന യാത്രയിൽ ഒരു പ്രധാന നാഴികക്കല്ല് എന്ന സ്ഥാനം തന്നെ ലഭിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ നാടിന് സമർപ്പിച്ചപ്പോൾ അത് ആഹ്ലാദത്തിന്റെ മാത്രമല്ല പ്രതീക്ഷയുടെയും ഉത്സവമായി മാറി. ജയ് കേരളം ജയ് ഭാരത് എന്നായിരുന്നു ഒരു പത്രം വലിയ ശീർഷകം നൽകിയത്. അതിലെ എഴുത്തിലും ആ അഭിമാനം കാണാനുണ്ടായിരുന്നു. പുരുഷാരത്തിന് മുന്നിലെ സ്ക്രീനിൽ തിരശ്ശീല നീങ്ങി ഫലകം തെളിഞ്ഞപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന്റെ സമുദ്ര ചക്രവർത്തിനിയായി എന്നാണ് ആ പത്രം എഴുതിയത്. വിഴിഞ്ഞം വികസന മുഖം എന്നൊരു പത്രം എഴുതിയിരുന്നു. സ്വപ്നം നീരണിഞ്ഞു എന്നായിരുന്നു അതിന്റെ ഉപശീർഷകം. ഒരു പത്രം അതിനെ വിശേഷിപ്പിച്ചത് കേരളം പതിറ്റാണ്ടുകളായി കാത്തിരുന്ന സ്വപ്ന സാക്ഷാത്കാരം എന്നാണ്. ആ പത്രത്തിലെ മുഖപ്രസംഗത്തിലെയും ആദ്യ വരി ഇത് തന്നെയായിരുന്നു. മദർഷിപ്പുകൾ വരുന്ന തുറമുഖമായതിനാൽ ഇന്ത്യയുടെ പോട്ടമ്മ എന്നുവരെ ഒരു പത്രം എഴുതിയിരുന്നു. പോറ്റമ്മ എന്നൊക്കെ പറയുമ്പോഴാണ് പോർട്ടമ്മ. മദർഷിപ്പ് വരുന്ന പോട്ടമ്മ. കേരളം ലോകത്തിന്റെ കേന്ദ്രമാകുമെന്ന പ്രതീക്ഷയാണ് ഒരു പത്രം പങ്കുവച്ചത്. വിഴിഞ്ഞം വിരിഞ്ഞു എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. കടൽ കടക്കും കേരളം എന്നായിരുന്നു ഒരു പത്രത്തിലെ പ്രതീക്ഷ. അലകടലായ ആവേശം എന്നൊക്കെ സ്ഥിരമായുള്ള എഴുത്ത് കാണാനുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് പത്രം വിഴിഞ്ഞം പദ്ധതിയെ ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിച്ചത്. അതിനിടെ വിഴിഞ്ഞം തുറമുഖം എന്നെഴുതിയ ഒരു ചെറിയ ശീർഷകം കാണും. അതിൽ തുറ എന്ന മുകളിലും മുഖമെന്ന് താഴെയും എഴുതിയിരിക്കുന്നു. വേണമെങ്കിൽ വിഴിഞ്ഞം തുറക്കുന്നു എന്നാകാം, പുതുമുഖം എന്നുമാകാം. വിഴിഞ്ഞത്തിന് സ്വപ്ന നങ്കൂരം എന്നായിരുന്നു ഒരു പത്രം എഴുതിയത്. വിഴിഞ്ഞം വഴി തെളിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ച പത്രവും. വിഴിഞ്ഞത്തെ പല രീതിയിലാണ് പത്രങ്ങൾ വിശേഷിപ്പിച്ചത്. ലോകത്തേക്ക് ഒരു കവാടം എന്നായിരുന്നു ഒരു പത്രം പറഞ്ഞത്. രാജ്യത്തിന്റെ കവാടം എന്ന് വിളിച്ചവരുണ്ട്, ലോകമഹാകവാടം എന്ന് വിളിച്ചവരുണ്ട്. വിഴിഞ്ഞത്തിൽ നിന്നുള്ള പ്രതീക്ഷകൾ പലതാണ്. വരുമാനം ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പത്രം എഴുതിയിരിക്കുന്നത് വരുമാന തീരമെന്നാണ്. തൊഴിൽ ഒരുപാട് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തൊഴിൽ തീരം എന്നും എഴുതിയിട്ടുണ്ട്. ഒരു പത്രത്തിൽ കണ്ട ശീർഷകം ഇങ്ങനെയായിരുന്നു: വികസന കുതിപ്പിന്റെ അഭിമാന തിരയിണക്കം. വികസനത്തിന്റെ അപ്പുറത്തെ കുതിപ്പ് വരുമ്പോൾ വികസന കുതിപ്പെന്ന് ഇരട്ടിച്ചെഴുതണമെന്ന് പത്രത്തിനറിയാം. എന്നാൽ അഭിമാനത്തിനോടൊപ്പം തിരയിളക്കം വരുമ്പോൾ അഭിമാന തിരയിളക്കമെന്ന് ഇരട്ടിച്ച് വേണമെന്നുള്ള കാര്യം പറഞ്ഞു. വിഴിഞ്ഞം തുറക്കുന്നതിന്റെ ആവേശത്തിൽ മറന്നുപോയതാവാം. കൗതുക തലക്കെട്ടുകൾ പൊതുവെ വായിക്കാൻ രസകരം തന്നെയാണ്. എന്നാൽ ഏത് ശീർഷകവും സന്ദർഭോചിതമായിരിക്കണം. വാക്കുകൊണ്ടുള്ള കളി വായനയെ രസകരമാക്കുമെന്നൊക്കെ ശരിയാണ്. പക്ഷെ ഒരാളുടെ നിര്യാണ വാർത്ത അറിയിക്കുമ്പോൾ ഇതുപോലുള്ള വാക്കുകൊണ്ടുള്ള കളി വേണമോ എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കാവുന്നതാണ്. ഒരു ഉദാഹരണമായി ഈയിടെ കണ്ടത് ദേശീയ ഷൂട്ടിംഗ് പരിശീലകൻ സണ്ണി തോമസിന്റെ നിര്യാണ വാർത്തയാണ്. ഒളിമ്പിക് മെഡൽ നേടിയവരെ വരെ പരിശീലിപ്പിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. മിക്ക പത്രങ്ങളും സാധാരണ നിര്യാണ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വിവരങ്ങൾ നൽകിയാണ് അത് അവതരിപ്പിച്ചത്. എന്നാൽ ഒരു പത്രത്തിൽ നിറ ഗൺ സല്യൂട്ട് എന്ന് കണ്ടു. നിറ കണ്ണുകളോടുള്ള സല്യൂട്ട് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഇദ്ദേഹം ഗൺ കൊണ്ട് പരിശീലിപ്പിക്കുന്ന ആളായതുകൊണ്ടാവാം നിറ ഗൺ സല്യൂട്ട് എന്ന വാക്കുകൊണ്ടുള്ള ഒരു കളി അവിടെ ചേർത്തിട്ടുണ്ട്. വാക്കുകൊണ്ടുള്ള ആ കളിയിലുള്ള കൗശലമൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അത് ഒരു നിര്യാണ വാർത്തയ്ക്കൊപ്പം വേണമോ എന്ന കാര്യം ആ വാർത്ത എഴുതിയവരും അത് അച്ചടിക്കാൻ അനുവദിച്ചവരും ആലോചിച്ചാലും മതി. സാധാരണ ഇങ്ങനെ നിര്യാതരാകുന്ന ആളുകളെ കുറിച്ചുള്ള മറ്റു റിപ്പോർട്ടുകളിലാവും ഇത്തരത്തിലുള്ള ശീർഷകങ്ങളൊക്കെ ഉണ്ടാവുക. ഭാഷയിലെ ശരിയുടെ രീതിയിൽ നിന്ന് മാറി അത്ര ശരിയല്ലാത്ത വഴി സ്വീകരിക്കുന്നത് ചില പത്രങ്ങൾക്ക് ഈയിടെ ശീലമാണ്. അതുകൊണ്ടാണ് വനിതയും ദിനവും ചേരുമ്പോൾ വനിതാ ദിനം എന്നവർ എഴുതുന്നത്. വനിതാ ദിനം എന്ന് മതിയെങ്കിലും വനിതാ ദിനം എന്ന് എഴുതാനാണ് പലർക്കും താല്പര്യം. വായനയുടെ ശീലം വായനശീലമാണ്. പക്ഷെ വായനാശീലം എന്ന് എഴുതാൻ പത്രങ്ങൾക്ക് താല്പര്യം കൂടുതലാണ്. ഈയിടെ വനിതാ കൂട്ടം എന്നൊരു പ്രയോഗം കണ്ടു. അത് വനിതകളുടെ കൂട്ടമാണെങ്കിൽ വനിത കൂട്ടം തന്നെ മതി. അത് അത്രയ്ക്ക് സുഖകരമല്ലെങ്കിൽ വനിതകളുടെ കൂട്ടായ്മ ആകാം. പക്ഷെ വനിതാ കൂട്ടം എന്നെഴുതാനാണ് ആ പത്രം താല്പര്യപ്പെട്ടത്. മറ്റൊരിടത്ത് പതാകവാഹകർ എന്ന് കണ്ടിരുന്നു. ശരിയായ പ്രയോഗം പതാകവാഹകർ എന്നാണ്. എന്നാൽ നിഘണ്ടുവിൽ പോലും പതാകവാഹകരും ഉപയോഗിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വനിതാ കൂട്ടം എന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന്റെ കൊല്ലം എഡിഷനിൽ ഒരു വാർത്തയുണ്ട്. ശ്രീമൂലം തിരുനാൾ ഷഷ്ടിപൂർത്തി ഹാൾ എന്നാണ് അവിടെ പറയുന്നത്. ശ്രീമൂലം തിരുനാൾ രാജാവ് ഭരിച്ചിരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിന്റെ
ഷഷ്ടിപൂർത്തി എന്ന് നാം പറയുന്നത് 60-ാം വയസ്സാണ്. അക്കാലത്ത് നിർമ്മിച്ച ഒരു പാലസ് ആണ്. അത് ആദ്യത്തെ ഒരു ടൗൺ ഹാൾ ആയിരുന്നു കൊല്ലത്ത്. അതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ പക്ഷെ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നത് ഷഷ്ടി എന്നാണ്. അത് ഷാഠ്യം എന്നൊക്കെ എഴുതുന്ന പോലുള്ള ഠാ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവിടെ വരേണ്ടത് വെറും ഷഷ്ടിയാണ്. ടാക്ക് പകരം ഠ ആക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഷഷ്ടി പൂർത്തി, അതായത് ഷഷ്ടി എന്നാൽ 60-നെ സൂചിപ്പിക്കുന്നു. ഷഷ്ടി ആണെങ്കിലോ 6-നെയാണ് സൂചിപ്പിക്കുന്നത്. ചരിത്രപരമായി ശ്രീമൂലം തിരുനാളിന്റെ 6-ാം വയസ്സിലല്ല ആ കെട്ടിടം പണിഞ്ഞത്. 60-ാം വയസ്സിന്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പണിഞ്ഞതാണ്. അതുകൊണ്ട് ഷഷ്ടി എന്നത് തെറ്റ്, ഷഷ്ടി മതി. രാജാവായതുകൊണ്ട് കടുപ്പിച്ചതാണോ എന്നറിയില്ല. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഒരു കളി ജയിച്ച വാർത്ത കണ്ടിരുന്നു. അവിടെ പ്രഭ് സിമ്രൻ സിംഗ് 91 റൺസ് എടുത്തിരിക്കുന്നു. അർഷദീപ് സിംഗ് 3 വിക്കറ്റ് എടുത്തിരിക്കുന്നു. അപ്പൊ 2 സിംഗുമാരും ടീമിന്റെ പേരിൽ കിങ്ങും ഉള്ളപ്പോൾ എന്ത് ചെയ്യാനാണ്? ഓട്ടോമാറ്റിക്കായി ഒരു ഹെഡ്ലൈനിങ് വന്നുപോയി. സിംഗ് ഈസ് കിങ്, ഒരു സിനിമയുടെ പേരാണ്. ഈ സിംഗ് ഈസ് കിങ് എന്നുള്ള ശീർഷകം പലതവണ സ്പോർട്സ് പേജിൽ കണ്ടിട്ടുള്ളതാണ്. അത് ഒരു പത്രത്തിലല്ല, ഒന്നിലേറെ പത്രങ്ങളിൽ സിംഗ് ഈസ് കിങ് എന്നുള്ള ശീർഷകം വന്നു. ഈ ശീർഷകം അച്ചടിച്ച ഒരു പത്രത്തിൽ അതിന്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു ചോദ്യമുണ്ട്. അതും ക്രിക്കറ്റ് വാർത്ത തന്നെയാണ്. അവിടെ ചോദ്യം ഇതാണ്: ഒരു മാറ്റവും ഇല്ലല്ലേ? വായനക്കാരൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. സിംഗ് എന്ന് പേര് കണ്ടാൽ ഉടനെ അത് സിംഗ് ഈസ് കിങ് എന്ന് എഴുതുന്ന ഒരു ശീലം അതിൽ ഒരു മാറ്റവും വന്നില്ല.